ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3-4 ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് 2-3 പേരൊക്കെ കമൻറ്റിലൂടെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ സ്ഥിരം വ്യൂവേഴ്സാണ് കേട്ടോ, എന്താ വീഡിയോ ഇടാത്തതെന്നുള്ളത്. അവർക്കൊക്കെ ഞാൻ കമൻസിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കുടുംബത്തിൽ പെട്ടെന്നൊരു മരണം ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് കാരണമാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇതാ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ പറയുക, കുറച്ച് ചോറ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊടിയും ചോറും ഒക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ കാക്കുവിൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡാണ് കേട്ടോ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ആരാന്ന് ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ മിക്സിയിലേക്ക് എല്ലാതും ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഞാൻ സാധാരണ നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു വലിയ ജാർ തന്നെ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് കാക്കും കൂടെ ഉണ്ട് കേട്ടോ, അപ്പോൾ കുറച്ചധികം തന്നെ വേണം. അപ്പോൾ കുറച്ചധികം ഇട്ടപ്പോൾ ഒന്നാകെ അതിൽ വലിയ ജാറിൽ പൊടിയൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് കറക്കിയെടുത്തപ്പോൾ ശരിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓരോ ട്രിപ്പായിട്ട് ഞാനിതാ എന്താ പറയുക പൊടിച്ചെടുക്കുകയാണ്. ചോറും അതുപോലെ തന്നെ അരിപ്പൊടിയാണ് കേട്ടോ. വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഭയങ്കര സോഫ്റ്റായിട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ എപ്പോഴും പുട്ടുണ്ടാക്കുന്ന വീഡിയോയിൽ കാണിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അയനക്കുട്ടീൻ്റെ വോയിസ് ഉണ്ടാവും കേട്ടോ. ഞാൻ കുറേ നേരമായി ഒന്നും ഉണ്ടായിരിക്കും പറയണം, പക്ഷെ കേൾക്കുന്നേ ഇല്ല. അപ്പോൾ ഓളവിടെ പറയട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അല്ലാണ്ട് വേറെ നിവർത്തിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക നനച്ചുള്ളിപ്പണിയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങണം കേട്ടോ. അപ്പോൾ പുട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ആവി കയറ്റിയിട്ട് അങ്ങനെയാണ് കേട്ടോ പുട്ട് ഇന്ന് വേവിച്ചെടുക്കുന്നത്. വലിയ പാത്രത്തിൽ സാധാരണ ആവി കയറ്റിയിട്ട് തന്നെയാണ്, പക്ഷേ വലിയ പാത്രത്തിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെയും പുട്ടുണ്ടാക്കാറുണ്ട്. ഒറ്റ ട്രിപ്പിന് പണി കഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ചോറിന് ഇവാക്ക് സ്കൂളുണ്ടെന്ന്, അപ്പോൾ അവൾക്കുള്ള ചോറിനുള്ള അരിയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് ആവി വന്ന് തുടങ്ങിയപ്പോൾ ഞാനിത് ഓട്ടപാത്രത്തിൽ താഴെ ആദ്യം എന്ത് ചെയ്യും, തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എത്രത്തോളം പുട്ടാണോ ഉണ്ടാക്കണം ആ പുട്ട് മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ വേവുമെന്നൊന്നും വിചാരിക്കണ്ട, വേവ് കേട്ടോ. നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും. ആവി കയറിയിട്ട് അധികം ടൈമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പുട്ടുകുറ്റിയിൽ പുട്ടുണ്ടാക്കുന്ന ആ ഒരു ടൈം തന്നെ ഇതിനും ആവശ്യമാവുന്നുള്ളൂ. എന്താ പറയുക, കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് അടി തൊട്ട് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ എപ്പോഴും തറവാട്ടിലായിരുന്ന ടൈമിൽ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പുട്ടുണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ പിന്നെ ഒരു കുറ്റി മാത്രം മതിയല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഒരു കുറ്റി പുട്ടുണ്ടാക്കണമെന്ന് മാത്രം. ഈ ഒരു കുറ്റിയിലധികം പുട്ടുണ്ടാക്കുന്നവർക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെയൊക്കെ തിരക്ക് പിടിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ പുട്ടിലേക്ക് എക്സ്ട്രാ കറി കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. കുറച്ച് ചെറുപഴമുണ്ട്, അപ്പോൾ പിന്നെ പുട്ടും പഴമാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇവാക്ക് സ്കൂളിലേക്ക് കൂട്ടാൻ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് സോയാബീൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പുട്ട് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യും, അടിയത്തെ പുട്ട് മുകളിലെ പുട്ട് അടിയിലും ആവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കും കേട്ടോ. നല്ല ആവി പറക്കുന്ന പുട്ട് അറിയില്ല, ആവി പറക്കുന്ന എണ്ണയിൽ ഇത് മൊത്തത്തിലിട്ട് എല്ലായിടവും അടിയിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളോ ഒന്നും ചെയ്യൂല കേട്ടോ. അതിനാണ് നമ്മൾ അടിയിൽ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല പോലെ കുക്കായി കിട്ടുകയും ചെയ്യും. ഒറ്റ ട്രിപ്പിന് പണിയും കഴിയും കേട്ടോ. ഇങ്ങനെ ഇതുവരെ പുട്ടുണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് പുട്ടുണ്ടാക്കി വെക്കൊണ്ടു. ഇനി ഇത് ഉടച്ച പുട്ടല്ലേ കുറ്റിപ്പുട്ടല്ലേ ഭംഗിയെന്ന്, ഈ കുറ്റിപ്പുട്ടാണെങ്കിലും നമ്മളത് ഉടച്ചിട്ട് തന്നെയല്ലേ കഴിക്കുക എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ പറയുന്നവരോട്. അപ്പോൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചായ കുടിക്കാമെന്ന് കേട്ടോ. അപ്പോൾ പഴവും ചായയും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി എന്താ പറയുക, ചായ കൂടി കഴിഞ്ഞിട്ട് വേണം ഇവാൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കാനും കേട്ടോ. അപ്പോൾ ഇന്ന് കാക്കും കൂടെ ഉണ്ടായതുകൊണ്ട് കുറച്ച് നനച്ചുള്ളിപ്പണിയും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കുറച്ച് പണികളുണ്ടാവുമല്ലോ, അതിന് കാക്കുവിനെയും കൂടെ കൂട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഒരാളും കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല, ഇന്ന് മുതൽ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് എവിടെയാണ് തുടങ്ങുക എവിടെ അവസാനിപ്പിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. എത്ര പണിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ടാവില്ലേ. നമ്മൾ എല്ലായിടും ഒന്ന് തൊട്ട് തലോടി എത്തണ്ടേ. അവിടെ ഇവിടെ മാത്രം പോരല്ലോ. റമദാനിനെ വരവേൽക്കുക എന്ന് പറയുന്നത് അതൊരു സന്തോഷം തന്നെയല്ലേ. പെരുന്നാളാണെങ്കിലും നോമ്പാണെങ്കിലൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ നോമ്പിനെ വരവേൽക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ക്ലീനിങ്ങും വീട് മാത്രമല്ല മനസ്സും നമ്മളും വീടും എല്ലാതും ഒരുങ്ങി വേണം വരവേൽക്കാൻ വേണ്ടിയിട്ടില്ലേ. ഇനിയിപ്പോൾ ഇതാ എന്താ പറയുക, കൂട്ടാന് സോയാബീൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം സോയാബീൻ ഞാനൊന്ന് അതിലത്തെ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ടുങ്ങാണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് എണ്ണയിലൊന്ന് എന്താ പറയുക വേവിച്ചെടുക്കാന്ന് കേട്ടോ. വേവിച്ചിട്ടുണ്ട്, തിളപ്പിച്ച് ഊറ്റിയാൽ തന്നെ സോയാബീൻ വെന്ത് കിട്ടും. ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെങ്ങാണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്ത് ചെയ്യും, ആ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ സോയാബീൻ ഉണ്ടാക്കാറ്. ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് പോകും കേട്ടോ, കല്ല് മാതിരി ആയിരിക്കും. ഇനിയിപ്പോൾ അതാ ചോറ് ഞാനിവിടെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താ അതിലേക്ക് കുറച്ച് എണ്ണയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇന്ന് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ സോയാബീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് എണ്ണയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ 2 കറികളോ അല്ലെങ്കിൽ 2 കൂട്ടാനുകളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇന്നിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പെട്ടെന്ന് ഇത് മാത്രം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവാൻ്റെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടുന്നത് ബിസ്ക്കറ്റാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തു വിടുകയാണ്. പക്ഷേ ഡെയിലി ഒന്നും ഇങ്ങനെ കൊടുത്തു വിടുമ്പോൾ ഒരു ടെൻഷനാണേനു കേട്ടോ. ബേക്കറിയും കാര്യങ്ങളൊക്കെ ഡെയിലി കൊടുത്തു വിടുമ്പോൾ. അപ്പോൾ അങ്ങനെ ഓൾഡ് ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് ഇവ പോയിട്ടുണ്ട് കേട്ടോ. ഇനി അയാനക്കുട്ടനെ ബാലവാടിയിൽ കൊണ്ടുപോയി ആക്കണം. അതിന് കുറച്ച് ടൈമുണ്ട്. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൊണ്ടുപോയി ആക്കുക. ഇവ ഒരു 9 മണിക്ക് പോകും കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു സോഫൻ്റെ നടുകിലുള്ള ഈ ഒരു മാറ്റ് ഉണ്ടല്ലോ, അത് കാക്കു വരുന്ന ടൈമിൽ കഴുകാൻ പറ്റുള്ളൂ, ഒറ്റക്ക് അത് താങ്ങൂല എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അത് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ ആ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ അവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് ഇനിയിപ്പോൾ അതാ ഞാനും കാക്കും കൂടെ അത് എടുത്ത് സിറ്റ് ഔട്ടിലിട്ട് ഇട്ടിട്ട് അവിടെ ഇട്ടിട്ടാണ് കേട്ടോ ഉരച്ച് കഴുകിയെടുക്കുന്നത്. അപ്പോൾ കാക്കു ഉണ്ടാകുമ്പോഴേ ഇത് നടക്കുള്ളൂ, കാരണം അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇനി വെള്ളം കൂടെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടിയാൽ കൂടൂല അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല പോലെ പൊടിയും മണ്ണുണ്ടാകുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ രണ്ടുപേരും അപ്പുറം പിടിച്ച് അതൊന്ന് കൊട്ടിക്കുടഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം വെയിലുണ്ടാവുകൊണ്ട് നനച്ചുള്ളി പണി എടുക്കാനും നല്ല സുഖമായിരിക്കും അല്ലേ. എന്ത് വെള്ളം നനച്ചിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതും കഴുകാൻ വേണ്ടി നിന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പൊടി മണ്ണ് അവിടെ കൊട്ടിയെടുത്തതിനാൽ സിറ്റൗട്ട് മുഴുവനും പൊടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് അടിച്ചു വാരിയിട്ട് പിന്നെ അത് സിറ്റൗട്ടിലിട്ടിട്ട് കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സിറ്റ് ഔട്ടിലിട്ട് കഴുകുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉരച്ച് കഴുകാമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് കല്ലുമ്മലൊന്നും ഇത് ഒതുങ്ങൂലല്ലോ. ചെറിയ ചവിട്ടിയൊന്നും അല്ലല്ലോ, വലുതല്ല. അപ്പോൾ സിറ്റ് ഔട്ടിലിട്ട് കഴുകാമെന്ന് കേട്ടോ. കാക്കും കൂടെ അതാണ് അന്ന് സിറ്റ് ഔട്ടിൽ മാറ്റ് കഴുകിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കാക്കും കൂടെ ഉണ്ടാകുമ്പോൾ ഈ മാറ്റ് കഴുകൽ നടക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഏതായാലും കാക്കു ഇവിടെ ഉണ്ടായപ്പോൾ അത് ഞാൻ എന്താ പറയുക കാക്കു കഴുകി തന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നു, കാക്കു കഴുകി തന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അയാനക്കുട്ടിയാണ് കേട്ടോ പൈപ്പ് പൂട്ടും തുറക്കുകയൊക്കെ ചെയ്യണ ആൾ. അപ്പോൾ കാക്കുത വെള്ളമൊക്കെ തുറന്ന് അതിന് സോപ്പും വെള്ളം ഒഴിച്ച് നല്ലോണം ഉരച്ച് കഴുകാന്ന് കേട്ടോ. അപ്പോൾ ഒരാൾ ഇവിടെ ആദ്യം തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ബ്രഷ് വെച്ചെങ്ങാണ്ട് നല്ലപോലെ അത് ഉരച്ച് അതിലത്തെ ചളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അത്യാവശ്യം ചളി ഉണ്ടാവും കേട്ടോ എന്തായാലും, കാരണം വീടിരിക്കലിൻ്റെ അന്ന് ഇട്ടതാണ്. പിന്നെ ഈ ഒരു മാറ്റ് വെള്ളം കണ്ടിട്ടില്ല. 1 വർഷം ആവാനായി കേട്ടോ. ഏപ്രിൽ വന്നാൽ 1 വർഷമായി. ഞാൻ അന്ന് മറ്റേ മാറ്റ് കഴുകിയെന്ന കൂട്ടം പറഞ്ഞ പോലെ തന്നെ ഒന്ന് നടക്കണുണ്ടില്ലേ കാക്കു വരുന്നതിൻ്റെ അടിയിൽ കൂടെ. കാക്കു ആവുകൊണ്ടാണ് കേട്ടോ. ഞാനാണെങ്കിൽ എപ്പോഴും ഒന്ന് കൊടുത്തുങ്ങാണ്ട് അവിടുന്ന് പറഞ്ഞയച്ചിട്ടുണ്ടാകും. പക്ഷേ കാക്കു അങ്ങനെ ഇങ്ങനെയൊന്നും കൊടുക്കൂല കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ക്ഷമയുണ്ട്. എനിക്കില്ലാത്തതാണെങ്കിലും ക്ഷമയാണ്. ഇനിയിപ്പോൾ അത് നല്ലപോലെ ഉരച്ച് അതിലത്തെ ചളിയും കാര്യങ്ങളൊക്കെ നല്ല കളയാന്ന് കേട്ടോ. എന്ത് കിട്ടിയാലും അയാനക്കുട്ടിയാണെങ്കിലും ഇവായാണെങ്കിലും ഈ ഒരു മാറ്റിൽ വന്നിരുന്നിട്ടാണ് കേട്ടോ തിന്നുക. അപ്പോൾ പിന്നെ അതിൻ്റെ ഫുഡിൻ്റെ വേസ്റ്റ് ആണെങ്കിലും ഓരോന്നായിട്ട് ഉണ്ടാകും. ഇനിയിപ്പോൾ അതിൻ്റെ വെള്ളം നേരെ പോകാൻ വേണ്ടിയിട്ട് അത് ഈ ഒരു എന്താ പറയുക സിറ്റ് ഔട്ടത്തെ ആ ഒരു ഇതുമ്മക്ക് എടുത്ത് ഇങ്ങനെ തൂക്കിയിട്ട് കാക്കു അവിടെ പിടിച്ച് നിൽക്കാം കേട്ടോ. വിട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് വീഴും കേട്ടോ, കാരണം വെയിറ്റ് ഉള്ളതായതുകൊണ്ട്. എന്നിങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വീഴുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
അപ്പോൾ അങ്ങനെ പിടിച്ച് നിന്ന് ഞാനിങ്ങനെ വെള്ളം അടിച്ചു കൊടുത്തെങ്ങാണ്ട് അതിൻ്റെ ചളിയും കാര്യങ്ങളൊക്കെ ആ സോപ്പും വെള്ളവും ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ മാറ്റുമെന്ന് തുടങ്ങിയത് എവിടെ തുടങ്ങണം എന്ന് എനിക്കറിയൊന്നും ചെയ്യൂലായിരുന്നു. പക്ഷേ ആദ്യം തന്നെ ഇതുമെന്ന് തുടങ്ങിയത് കാക്കു പോയാൽ പിന്നെ അതുകൊണ്ടോ കാക്കു ഒന്ന് കൈ എടുത്തപ്പോഴേക്കും അത് ഇപ്പം തന്നെ മണ്ണിൽ വീണിരുന്നു കേട്ടോ. പെരട്ടി പണിയായിരുന്നു. എന്നാൽ തന്നെ അതിൻ്റെ ഒരു തല താഴെ തട്ടിയിട്ടുണ്ട്. ഇനി അതെങ്ങനെ അയലിലേക്ക് എത്തും എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് ഒരു തല തിരിച്ച് പിന്നെ ഇപ്പുറത്തെ തല ഇനി ഒന്ന് വെള്ളം പാർന്നെടുക്കുകയാണ്. സിറ്റൗട്ടിൽ നിന്ന് അതുകൊണ്ട് തിണ്ടുമ്പോൾ ഇടുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ. പക്ഷെ ഒരാളും കൂടെ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരാൾ വേണം, എന്നാലേ നടക്കുള്ളൂ. അപ്പോൾ എവിടെ തുടങ്ങണം ഇതാക്കണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ പണിയുള്ളത് കിച്ചണിലാണ് കേട്ടോ. കിച്ചണിൽ നല്ലപോലെ ഒന്ന് തട്ടിക്കൊട്ടാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അതൊക്കെ ഞാൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്യണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് അതൊക്കെ ഓരോ തലക്ക് ഇങ്ങനെ തുടങ്ങി ഓരോ ദിവസം കുറച്ചായിട്ട് ചെയ്യണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ കാക്കും കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ചധികം പണികൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആ ഒരു അയലിൽ എത്താൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു അയലും ഒന്ന് നീർന്ന് കിട്ടണ്ടേ, ഭയങ്കര ഒരു ബലം പോലെ കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ തലയൊക്കെ ഇട്ടുങ്ങാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നിന്നിട്ട് പിന്നെയാണ് കണ്ടില്ലേ അതേപോലെ നിന്നിട്ട് പിന്നെ ഉണ്ടാവുന്ന നിർത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് വെയിറ്റും ഉണ്ട്, അത് അയലിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അത് അവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പയ്യാനക്കുട്ടീനെ അംഗനവാടിയിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാന്ന് കേട്ടോ. അപ്പോൾ കാക്കുയ്യും പോരുമെന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ പോരുകയാണ്. ഇങ്ങോട്ട് പോകുകയാണെങ്കിലും ബാക്കിൽ നമ്മൾ വേണം കേട്ടോ, അത് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ അയനക്കുട്ടീനെ കൊണ്ടാക്കി വന്ന് ഇനിയിപ്പോൾ നമ്മൾ പിന്നെ തുടങ്ങിയിട്ടുള്ളത് റൂമിൽ നിന്നാണ് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമാണ്. 3-4 ദിവസമായിട്ട് വോയിസ് ഓവർ കൊടുക്കാത്ത കാരണം ഒരു എന്താ പറയുക ഒരു തപ്പിപ്പിടുത്തം വരുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ ഇനി മുതലുള്ള വീഡിയോസിൽ ശ്രദ്ധിക്കാം കേട്ടോ, തപ്പിപ്പിടുത്തമൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഈ ഒരു ജനലും കാര്യങ്ങളൊന്നും നമ്മളധികം തുറക്കാറില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, റോഡ് സൈഡാണ് നമ്മളുടെ വീട്. അപ്പോൾ പൊടിയും കാര്യങ്ങളും ഒന്നായിട്ട് വീടിനകത്തേക്ക് കയറും. പിന്നെ റോഡല്ല, അപ്പോൾ അങ്ങനെ റോട്ടിൽ നിന്ന് വ്യൂവും കാര്യങ്ങളും വേണ്ട വിചാരിച്ചിട്ട് നമ്മളങ്ങനെ അധികം തുറക്കാറില്ല കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ പേടി കേട്ടോ, ഇനി ഇങ്ങനെ തുറന്നിട്ടിട്ട് എന്തെങ്കിലും അരിച്ച് കയറുമോ അങ്ങനെയൊക്കെ ഒരു ടെൻഷനാണ്. അപ്പോൾ അത് കാരണം തുറക്കാറില്ല. അപ്പോൾ അത് കാരണം കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഈ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു കുളത്തയിൽ ഒരു ജാമായ പോലെ നിൽക്കുമായിരുന്നു കേട്ടോ, കിട്ടണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എനിക്ക് കിട്ടണമൊക്കെ തുറന്ന് ബാക്കി പിന്നെ കാക്കൂനെ കൊണ്ട് തുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ബെഡിൻ്റെ ബെഡ്ഷീറ്റും തലയിണ കവറും ഒക്കെ ഊരി ബെഡും കാര്യങ്ങളൊക്കെ തലയിണയും ഒക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ ബെഡും നമുക്ക് ഒറ്റയ്ക്ക് താങ്ങണ്ടല്ലോ കാക്കും കൂടെ കൂടുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബെഡ്ഷീറ്റ് അതേപോലെ ബെഡിൻ്റെ ആ ഒരു മുകളിലുള്ള ഒരു എന്താ പറയുക കവറുണ്ടല്ലോ, ഈ ഒരു കവറ് തുണിയാണോ എന്നൊക്കെ ഒരുപാട് പേര് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് തുണിയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു സാധനം. ബെഡും ഇട്ടിട്ട് പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കുകയാണെങ്കിൽ അനങ്ങൂല ബെഡ്ഷീറ്റ് കേട്ടോ. എങ്ങനെ കുത്തിമറിഞ്ഞാലും ബെഡ്ഷീറ്റ് പിന്നെ അനങ്ങൂല. അത്രയ്ക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ബെഡ് കവർ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഊരിയെടുത്തിട്ടുണ്ട് അലക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കൂടെ ഒരുപാട് അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സെക്ഷൻ ആക്കിയിട്ട് മെഷീനിലിടാൻ വിചാരിച്ചിട്ടാണ്. ഇന്നിപ്പോൾ ഞാൻ അലക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ നനച്ചുള്ളിപ്പണി അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്നാകെ എടുത്തുങ്ങാണ്ട് എന്താ പറയുക തലക്കും മേതെടുത്ത് പിന്നെ നമുക്ക് എന്താ പറയുക മുഴുവനാക്കാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഓരോ ഭാഗം പിന്നെ നമ്മുടെ കയ്യിൽ നിന്നും പോകും. ഈ ചൂടും രാവിലെ മുതൽ ഒരു റെസ്റ്റ് ഇല്ലാണ്ട് നനച്ചുള്ളിപ്പണിയും ഒക്കെ കൂടെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോകും, നമുക്ക് തീരെ നീച്ചാൻ വയ്ക്കാത്ത അവസ്ഥയാവും. അപ്പോൾ പിന്നെ അത് വേണ്ട വിചാരിച്ച് കുറച്ച് ചെയ്താൽ മതി കേട്ടോ. ആരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഓരോ ദിവസം ഓരോ ഭാഗം ചെയ്തുങ്ങാണ്ട് പൂർത്തിയാക്കിയാൽ മതി കേട്ടോ. നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യം നമുക്ക് വേണ്ടേ. കാരണം ഇപ്പോഴത്തെ ഈ ചൂട് താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് ആർക്കും ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടൊന്നല്ല. ഭയങ്കര ചൂടല്ല. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ പണികൾ എടുത്തുങ്ങാണ്ട് തീരെ റെസ്റ്റ് ഇല്ലാണ്ട് ആയിക്കഴിഞ്ഞാൽ ശരീരം പറ്റ ക്ഷീണിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അലക്കാനുള്ളത് ഞാൻ പിറ്റത്തെ ദിവസത്തേക്ക് മാറ്റി വെച്ചു. ഇവിടെ ഈ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് നിൽക്കാന്ന് കേട്ടോ. അപ്പോൾ കാക്കൂന് ഞാനൊരു തുണിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തുണി വെച്ചിങ്ങാണ്ട് അത് തുറക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതാ ഞാനും കാക്കും കൂടെ ആ ഒരു ജനലിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. ഈ ഒരു ബെഡ്റൂമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ 2 ജനാലുള്ളത്. 3 കള്ളിലെ മറ്റേ 2 ബെഡ്റൂമിലും ഓരോ ജനാലേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കമ്പി തുടച്ച് എടുക്കാൻ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. കാരണം അങ്ങനെ ഓരോ എന്താ പറയുക ചെറിയ കള്ളികളായിട്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തുടച്ചെടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. ഞാൻ
എന്താ പറയുക, ആദ്യം നല്ലോണം ഒന്ന് തുടച്ചു കൊടുത്തു. എപ്പോഴെപ്പോഴൊന്നും ഇത് വെള്ളം നനച്ച് തുടക്കലൊന്നും പറ്റൂല കേട്ടോ, കാരണം ഇരുമ്പല്ലേ, അപ്പോൾ തുരുമ്പ് പിടിച്ചിങ്ങാണ്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ എപ്പോഴെപ്പോഴൊന്നും വെള്ളം നനച്ച് തുടക്കാറില്ല, ജസ്റ്റ് പൊടിയൊക്കെ ഒന്ന് തുടച്ച് അങ്ങനെ എടുക്കാറാണ്. ഇനിയിപ്പോൾ അതാ കമ്പിയും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാനും കാക്കും പറഞ്ഞു കട്ടിൽ നമുക്കൊന്ന് തിരിച്ചിടുക. ഞങ്ങൾക്ക് ഇടയ്ക്കൊന്ന് കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിടണം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് തിരിച്ചിട്ട ടൈമിൽ ആ ടൈൽസും ഒന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാക്കു ആ ഒരു ഭാഗം അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറ്റിക്കണോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കട്ടിൽ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെ തന്നെ വീടിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ കട്ടിലിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് തിരിച്ചിട്ടതായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ആ ഒരു കട്ടിലിൻ്റെ ആ ഒരു മുക്കിലും കാര്യങ്ങളിലും പൊടിയും മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അവിടുന്ന് അടിച്ചു വാരി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് എല്ലായിടും ഒന്നും തുടച്ചും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് ഭാഗങ്ങൾ ഒന്ന് തുടച്ചു അങ്ങനെ എടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ പൊടിയും ഞാൻ ഇടയ്ക്ക് കട്ടിലിൻ്റെ ചോടും കാര്യങ്ങളൊക്കെ അടിച്ചു വാരി, കാരണം എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല കേട്ടോ. കാരണം കട്ടിലിൻ്റെ ഇടയിൽ കൂടിയും കാര്യങ്ങൾക്കൊക്കെ ഓരോന്നുണ്ടാവുമല്ലോ, മക്കളുള്ള വീട്ടിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അധികമൊന്നും ഇല്ല, കാരണം ഇടയ്ക്ക് ഞാൻ ഇതുപോലെ കട്ടിലിൻ്റെ ചോടും മാറാല തട്ടലും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ജനലിൻ്റെ ഇടയിലുള്ള മാറാലയും റൂമിലുള്ള മാറാലയും ഒക്കെ തട്ടാറുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് വലിയ റിസ്ക് വരില്ല കേട്ടോ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ. റൂമും ആണെങ്കിലും വീടാണെങ്കിലും കിച്ചണാണെങ്കിലും ഇടയ്ക്കൊന്ന് കൈയോടിച്ച് എല്ലായിടും ഒന്ന് കൈയോടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ എന്താ പറയുക മന്ത്ലി ക്ലീനിങ് അല്ലെങ്കിൽ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് വരില്ല കേട്ടോ. ഇനിയിപ്പോൾ അതാ ഈ ഒരു സോഫ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നതും കട്ടിലിൻ്റെ ചോടിൻ്റെ കൂട്ടം പറഞ്ഞ പോലെ എമ്മയും വാപ്പി അല്ലാത്ത എല്ലാ മുതലും ഉണ്ടാവും കേട്ടോ. ഞാൻ ഇപ്പോൾ 2 ആഴ്ചയുടെ മുമ്പെയാണ് ഒരു ദിവസം അതേപോലെ എന്തോ കാണാനില്ലായിട്ട് രാത്രിക്ക് സോഫയൊക്കെ അതേപോലെ വലിച്ച് നീക്കി നോക്കുമ്പോൾ ഒരു 3-4 നോട്ട് ബുക്കത്തെ പേജെങ്കിലും ആ ഒരു സോഫയുടെ ചോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. പ്ലേറ്റ്, സ്പൂണ് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് കാണാൻ അല്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഇതിൻ്റെ ചോട്ടിലായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഈ ഒരു 2 ഭാഗം ഇപ്പം ഞാൻ നീക്കിയിട്ടില്ല. ആ 2 ഭാഗം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നീക്കാറുണ്ട് കേട്ടോ. പക്ഷെ അപ്പുറത്തുള്ള ആ ഒരു ഭാഗം കണ്ടോ, ആ ഒരു ലെങ്ത്തിൽ കിടക്കണത്, ആ ഭാഗം അങ്ങനെ എപ്പോഴും നീക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ അത് കാരണം അവിടെ അത്യാവശ്യം പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അയ്യാനക്കുട്ടീൻ്റെ പണിയാണ് കേട്ടോ. എന്ത് കിട്ടിയാലും ഓൾക്ക് അതിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അത് ആ കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് ഊരിയെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു കർട്ടൻ ആവുകൊണ്ട് നമുക്ക് അലക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുമല്ലോ. ഒരുപാട് പേര് നമ്മളോട് വീടിരിക്കുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ ഈ കർട്ടൻ വെച്ചത്, മറ്റേ ആ ഒരു സീബ്ര കർട്ടൻ അങ്ങനത്തെ തന്നെ വെച്ചാൽ മതിയായിരുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഈ ഒരു കർട്ടൻ തന്നെ സോഫൻ്റെ ആ ഒരു പിന്നിൽ വരുമ്പോൾ നല്ല രസമായിരിക്കും, അപ്പോൾ അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ചതായിരുന്നു കേട്ടോ ഈ ഒരു കർട്ടൻ എന്ന് പറയുന്നത്. ഈ ഒരു കർട്ടൻ അത്ര റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ ഓരോ പീസായിട്ടാണ്. അപ്പോൾ ഒരു പീസിന് എത്ര 250 അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ ഓരോ പീസിനും. സാധാരണ ഇങ്ങനെയുള്ള നല്ല എന്താ പറയുക കർട്ടനും കാര്യങ്ങൾക്കും നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിന് അത്ര റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ കാണാൻ നല്ല ലുക്കായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇനി ആ ഒരു 2 ഭാഗത്തുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാക്കു എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഒപ്പം വരും. അതിനിടയിലൊന്ന് ഫോൺ എടുക്കും, ആർക്കെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കും, അങ്ങനെ നടക്കത്തുള്ളൂ. ഞാൻ പറയും നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ ഈ പണിക്ക് നിന്നത്, ഇപ്പം നിങ്ങൾ ഫോൺ കൊണ്ട് നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കർട്ടൻ ഓരോന്ന് കണ്ടില്ലേ, ഓരോ പീസായിട്ട് എടുക്കുകയാണ്. ഇതൊക്കെ കൂടെ എന്താ പറയുക മെഷീനിലിടൽ നടക്കില്ല കേട്ടോ, കാരണം അതിന് റൗണ്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ പൊട്ടിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താലും അപ്പോൾ ഞാൻ സോപ്പ് പൊടിയിൽ ഇട്ടുങ്ങാണ്ട് കല്ലിൽ തിരുമ്പണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞല്ലോ അലക്കൽ ഇന്നില്ല, ഇന്ന് വെറും ക്ലീനിങ് ഉള്ളൂ. അലക്കാനുള്ളത് ഞാൻ ഓരോ സെക്ഷൻ ആക്കിയിട്ട് അവിടെ റൂമിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കർട്ടനും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അഴിച്ചെടുത്ത് ഇനിയിപ്പോൾ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു സോഫ നീക്കുക എന്നിട്ട് അത് അവിടെ നിന്ന് കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ ഞാനും കാക്കും ഇങ്ങനെ പറയുന്നു, ആ ഒരു സോഫ മാറ്റിയപ്പോൾ തന്നെ ഒരുപാട് സ്ഥലമുള്ള പോലെ ഇങ്ങനെ തോന്നുന്നുണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വല്ല അന്താരാഷ്ട്ര ചർച്ചയിടുന്നൊന്നും വിചാരിക്കണം കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു മൂലക്കുള്ള ആ ഒരു കോർണർ ഉണ്ടല്ലോ അതും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാക്കുവിന് പിന്നെയും കൂടെ വന്നിട്ട് കാക്കു പിന്നെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പറയും ചെയ്യുന്ന ആ ഫോണൊന്ന് നീ സ്വിച്ച് ഓഫ് ആക്കി വെക്കുമോ എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കോർണർ ഭാഗം നീക്കിയപ്പോൾ തന്നെ അതിൻ്റെ ചോട്ടിലുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഭാഗം ഞാനങ്ങനെ എപ്പോഴും നീക്കാറില്ല, നീക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ സോഫ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കഴിഞ്ഞാൽ അത് തീരുമാനമാകും കേട്ടോ. സോഫ 4 ദിവസം കൊണ്ട് പിന്നെ അത് തീരുമാനമാകും. അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ ബുക്കും
സ്ലേറ്റും ഇന്നില്ലാത്തൊന്നുമില്ല എന്ന് പറയില്ലേ, കണ്ടോ ഇതാണ് അവസ്ഥ സോഫയുടെ ചോട്ടിലത്തേന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ അതാ കാക്കു അതൊക്കെ മൊത്തം നീക്കിയതല്ലേ, അപ്പോൾ കാക്കു ആ ഒരു ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി തരുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് നേരം തുറന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി, അവിടെയൊക്കെ ഒരു സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അത്രയാണ് കേട്ടോ ഇന്നത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വേഗം കിച്ചണിൽ കയറി ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെയുള്ള പണികൾക്ക് നിൽക്കുമ്പോൾ രാവിലെ ഫുഡ് ഉണ്ടാക്കിയിട്ട് നിൽക്കണം കേട്ടോ, എന്നാലേ നമുക്ക് വിശന്നിട്ട് വരുന്ന ടൈമിൽ അതെടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ. ഞാനിന്നിപ്പോൾ എന്താ അറിയോ, കാക്കും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് എനിക്ക് വരില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളിത് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് പൂള വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പൂള വാങ്ങിച്ചു. അപ്പോൾ മീൻ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂളയും മത്തിക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചത് നല്ല കോമ്പിനേഷൻ അല്ലേ, അപ്പോൾ അതുണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അതാ പൂളയൊക്കെ വെട്ടി നുറുക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനും ഞാൻ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി പൂളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് എന്താ പറയുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അതവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ആ മീനൊക്കെ നന്നാക്കി വന്ന് ഇനിയിപ്പോൾ അതാ പൂള അവിടെ വെന്തപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നാളെ മുതൽ അടുത്ത സെക്ഷനായിട്ട് ഓരോന്നായിട്ട് അങ്ങനെ ചെയ്യണം. കിച്ചണും ബാക്കിയുള്ള റൂമുകളും ഒക്കെ ചെയ്ത് തുടങ്ങണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല അങ്ങനെ വലിയ പണികൾ എന്ന് പറയാനില്ല, എന്നാൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ചെയ്യുമല്ലോ. നിങ്ങളുടെ നനച്ചുള്ളിപ്പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ, എവിടം വരെ ആയി എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. എന്താ പറയുക, നമ്മളുടെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും താഴെ കമൻ്റ് ആക്കാനും മറക്കരുത്. അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, വലിയ ഉള്ളി ഇട്ടു, അത് വാടി വന്നപ്പോൾ തക്കാളി ഇട്ടു. ഇനിയിപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു മീൻ മുളകിട്ട കറിയാന്ന് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ, കാക്കൂന് നല്ല ഇഷ്ടമായിട്ടുണ്ടാകും കേട്ടോ. ഇങ്ങനെ പൂളയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ആകും കേട്ടോ ഇങ്ങനത്തെ മുളക് കറി എന്ന് പറയുന്നത്. മീൻ മത്തി വെച്ചിട്ടൊക്കെ ഉള്ള എല്ലാ മീൻ വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ. മത്തി പൂളയ്ക്ക് ഒന്നുകൂടെ നല്ല കോമ്പിനേഷൻ അല്ലേ. ഇനിയിപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മളുടെ സാധാ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അതിലേക്ക് മീനുകൾ ഇട്ട് കൊടുക്കുകയെന്ന്. അപ്പോൾ ഞാൻ വാങ്ങിച്ച മീൻ 1 കിലോ മീനാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് മൊത്തത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഞാൻ ഫ്രൈ ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ. മൊത്തത്തിൽ മീൻ കറി അങ്ങ് ആക്കാൻ വിചാരിച്ചു. കാക്കുണ്ടെങ്കിൽ ഇങ്ങനത്തെ മീൻ കറിയും കാര്യങ്ങളും മക്കളും കൂട്ടും കേട്ടോ. കാക്കുണ്ടെങ്കിൽ എല്ലാതും മക്കൾക്കും പോകും കേട്ടോ. അല്ലെങ്കിൽ മക്കൾ കഴിക്കൂല എന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും ആദ്യം ഒന്ന് വേണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓള് വേണ്ടാന്ന് പറിച്ചില്ല, ഞാൻ മൈൻഡ് ചെയ്യാൻ നിൽക്കൂല കേട്ടോ. വേണമെങ്കിൽ കഴിച്ചോളിന്ന് പറയും. അപ്പോൾ പിന്നെ തന്നെ കഴിച്ചോളും. അപ്പോൾ അതാ മീനൊക്കെ അതിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ അത് തിളക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് റെഡി ആയിക്കോട്ടു കേട്ടോ. അപ്പോൾ നല്ല പോലെ തിളച്ച് കറിവേപ്പിലിടാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ. മൊത്തത്തിൽ ഇനി മിക്സ് ചെയ്ത് ഉടച്ചെടുക്കരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഫൈനലി ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒറ്റിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലും കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയാകും. അപ്പോൾ കണ്ടില്ലേ, അതൊക്കെ നല്ല പോലെ വറ്റി വന്ന് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ കപ്പ ഇവിടെ സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ കുക്കായിട്ടുണ്ട്, നല്ല പൊടിയുള്ള പൂളയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കാക്കു കഞ്ഞി മതി എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതിനിടയിൽ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം അയനക്കുട്ടീനെ പോയി കൊണ്ടുവരാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.